എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമായ 2024 ആനുകാലിക ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ. 2024 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിൽ തിരിച്ചെത്തിയ ബോയിങ്ങിൻ്റെ പേടകം സ്റ്റാർ ലൈനർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് മോഹന സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? മേഘാലയ. ഓൺലൈൻ ഭാഗ്യക്കുറിയുടെ പേരാണ് ഈസി വിൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വാർഡ് മാപ്പിംഗ് നടത്താൻ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ക്യൂഫീൽഡ്. 2024 ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന വിറ്റ്നസ് ഏതു കായിക താരത്തിൻ്റെ ആത്മകഥയാണ്? സാക്ഷി മാലിക്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തിതാരമാണ് സാക്ഷി മാലിക്. 2024 ടൈം മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ ഗുസ്തിതാരമാണ് സാക്ഷി മാലിക്. മഹാരാഷ്ട്രയിലെ ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. മഹാകവി കുമാരനാശാൻ്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഇടശ്ശേരി രവി. 2024 ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക്ക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഉന്നത പഠന മേഖലയും തൊഴിലും തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്കു വേണ്ടി സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്റ്റാർ ലീപ്പ്. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. അടുത്തിടെ ഏതു സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ടാണ് കാജി നേമുവിനെ പ്രഖ്യാപിച്ചത്? ആസാം. അടുത്തിടെ അന്തരിച്ച VP രാമചന്ദ്രൻ ഏതു മേഖലയിലാണ് പ്രശസ്തനായിരുന്നത്? സിനിമ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി ആരായിരുന്നു? സീതാറാം യെച്ചൂരി. ക്രൊയേഷ്യയിലെ ഇന്ത്യൻ സ്ഥാനപതി ആയിട്ട് നിയമിതനായ മുൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അരുൺ ഗോയൽ. 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കർണാടക. 2025 ഏപ്രിൽ നിലവിൽ വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതി ഏകീകൃത പെൻഷൻ പദ്ധതി. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. കേരളത്തിലെ ആദ്യ റോബോട്ടിക്സ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തൃശ്ശൂർ. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തുന്ന സർവകലാശാല ഏതാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 29. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. പാരാലിമ്പിക്സ് തുടർച്ചയായി സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് എന്താണ്? ജൻ പോഷൺ കേന്ദ്രം. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? സതീഷ് കുമാർ.
ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ് സ്ലിപ്പ് കെ. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതവും ദുരിതങ്ങളും പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവൽ ഏതാണ്? വല്ലി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം ഏതാണ്? മൂവാറ്റുപുഴ, എറണാകുളം. 2024 ഓഗസ്റ്റ് അന്തരിച്ച VVA ഷുക്കൂർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാഹിത്യം. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. 2024 ഓഗസ്റ്റ് അന്തരിച്ച പ്രമുഖ മലയാള സിനിമാ സംവിധായകൻ M. മോഹൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ഓഗസ്റ്റ് ആചരിച്ചത്? 170ാമത്തെ. 1856 ഓഗസ്റ്റ് 20-നാണ് അദ്ദേഹം ജനിച്ചത്. 2024 ഓഗസ്റ്റ് അന്തരിച്ച മുൻ കരസേനാ മേധാവി, കേരളീയനായ ആദ്യ സൈനിക മേധാവി കൂടിയായിരുന്നു അദ്ദേഹം S. പത്മനാഭൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ S.K. വസന്തൻ. 2023 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ഇപ്പോഴത്തെ കേരള കൃഷിവകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ.